വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം പറയും, ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സങ്കടമാണ് തന്നെ സ്നേഹിക്കുവാനും തനിക്ക് സ്നേഹിക്കുവാനും ആരുമില്ല എന്ന അവസ്ഥ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നെ എല്ലാവരും സ്നേഹിക്കണം, എന്നെ എല്ലാവരും പരിഗണിക്കണം. ഒരു കൊച്ചു കുഞ്ഞു മുതൽ പ്രായമായ ഏറ്റവും കൂടുതൽ പ്രായമുള്ള അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ആഗ്രഹം വരെ എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കണം, ഞങ്ങളെ പരിഗണിക്കണമെന്ന്. മനുഷ്യ ജീവിതത്തിലെ പല അസ്വസ്ഥതകളുടെയും കാരണം ഈ സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും കുറവാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവസ്നേഹത്താൽ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന വചനം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. മാനുഷിക സ്നേഹങ്ങൾക്ക് പരിമിതികളുള്ള ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമുക്കറിയാം പലരും നമ്മളെ സ്നേഹിക്കുന്നത് പല സ്വാർത്ഥ താല്പര്യങ്ങളും മനസ്സിൽ കരുതിക്കൊണ്ടാണ്. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നതൊക്കെ പലരും നിർത്തിക്കളയും. നമ്മൾ ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ ഫോണിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള പലരുടെയും നമ്പറുകൾ നമുക്ക് അവരോട് അതിയായ സ്നേഹമുള്ളത് കൊണ്ട് മാത്രമല്ലല്ലോ, നമ്മുടെയും ചില ആവശ്യങ്ങളൊക്കെ നടക്കണം. ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് പല ഫോൺ നമ്പറുകളും നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മാനുഷിക സ്നേഹങ്ങൾക്ക് എപ്പോഴും പരിമിതിയുണ്ട്. അവിടെയാണ് പരിമിതികളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ കുറവ് പരിഹരിക്കപ്പെടുകയാണ്. നമുക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട സ്നേഹത്തിൻ്റെ നിറവ് ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. ആ സ്നേഹത്തിൽ ഞങ്ങളെല്ലാവരും മുന്നേറുവാനുള്ള കൃപ നൽകണമേ. വചനങ്ങളൊക്കെ നമുക്ക് എഴുതി പഠിക്കണം കേട്ടോ. പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പസ്തോല പ്രവർത്തനം എത്ര അധ്യായം വരെ എത്തി? നമ്മൾ വായിക്കണം, പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മളെ വഴി നടത്തുന്നു. വ്യക്തിപരമായ പ്രാർത്ഥന, ജപമാല, ഇതെല്ലാം ഈ പന്തക്കുസ്തയ്ക്ക് ഒരുങ്ങുന്ന ദിനങ്ങളിൽ, ആത്മാഭിഷേകത്തിൻ്റെ ദിനങ്ങളിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ജീവിതത്തിൽ ഒത്തിരി ഒറ്റപ്പെട്ടു പോയ എല്ലാവരെയും നമുക്ക് ഓർക്കാം. ആരാലും സ്നേഹിക്കപ്പെടാനില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും നമുക്ക് സമർപ്പിക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തിലും എല്ലാവരെയും സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്ക് കടന്നു വരുവാനും പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് മനസ്സിലോർക്കാം. ഇന്നത്തെ ജീവിതത്തിൻ്റെ എല്ലാ ഉദ്യമ മേഖലകളെയും സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സ്നേഹത്തിൻ്റെ നിറവിനാൽ നമ്മളെ ഇന്ന് പ്രത്യേകമായിട്ട് വഴി നടത്തട്ടെ. പ്രാർത്ഥനയോടെ ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും